ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു സാംസൺ മികവാർന്നൊരു പ്രകടനത്തോടെ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചപ്പോൾ ഒട്ടനവധി മുൻകാല ക്രിക്കറ്റർമാരാണ് സഞ്ജു സാംസനെ പ്രശംസിച്ചത്. ഷൊയ്ബ് അക്തർ വന്നാലും മഗ്രാദ് വന്നാലും ബ്രെറ്റ്ലി വന്നാലും ബൗണ്ടറി അടിച്ചു തുടങ്ങുന്ന ഏതൊരു ബൗളറുടെയും പേടി സ്വപ്നമായ വീരേന്ദർ സെവാഗ് പറഞ്ഞത് സഞ്ജു സാംസൺ വെറും ഒരു സ്കോറിംഗ് നടത്തുക മാത്രമല്ല ചെയ്തത്, തൻ്റെ വിമർശകർക്കുള്ളൊരു മറുപടി കൂടിയാണ് നൽകിയതെന്നാണ്. 42 പന്തുകളിൽ 89 റൺസ് എടുക്കുക നിസ്സാര കാര്യമല്ലെന്നും സമ്മർദ്ദ ഘട്ടങ്ങളിൽ അത്തരമൊരു ഇന്നിങ്സ് ക്ലാസ് കളിക്കാരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂവെന്നും അയാൾക്ക് ഒരു മത്സരമല്ല ഒരു ടൂർണമെൻറ്റ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുണ്ടെന്നും ഇന്ന് യഥാർത്ഥ ഒരു വിന്നറെ നമ്മൾ കണ്ടു എന്നാണ് സഞ്ജു സാംസനെ കുറിച്ച് വീരേന്ദർ സെവാഗ് പറഞ്ഞത്. നിരവധി താരങ്ങൾ ആ ഒരു ഇന്നിങ്സിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. ക്രിക്കറ്റിൻ്റെ ദൈവമെന്നറിയപ്പെടുന്ന സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെ ആ ഇന്നിങ്സിനെ പ്രകീർത്തിച്ചു. ഇംഗ്ലണ്ട് ക്രിക്കറ്റർ മൊയിൻ അലി പോസ്റ്റിട്ടത് ഇപ്രകാരമായിരുന്നു: സഞ്ജു സാംസൺ ഈസ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, വാട്ട് എ പ്ലെയർ. വീണ്ടും സഞ്ജു സാംസനെ പ്രകീർത്തിച്ചുകൊണ്ട് മൊയിൻ അലി മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റിട്ടു എന്നുള്ളതാണ് കൗതുകകരം. ആ പോസ്റ്റിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ ടാലൻ്റുള്ള കളിക്കാരനാണെന്നും ഇന്ത്യൻ ടീമിൻ്റെ ഡയമണ്ടാണ് സഞ്ജു സാംസൺ എന്നുമായിരുന്നു മൊയിൻ അലി ആ പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടത്. ഇന്നലത്തെ മത്സരത്തോടെ ഇന്ത്യൻ കളിക്കാരിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന റെക്കോർഡ് സഞ്ജു സാംസന്റെ പേരിലായിരിക്കുന്നു. 15 സിക്സുകൾ നേടിയ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് 16 സിക്സിലേക്ക് സഞ്ജു സാംസൺ ഈ വേൾഡ് കപ്പിൽ എത്തിയിരിക്കുന്നത്. ഇനി ഫൈനൽ മത്സരം കൂടി ബാക്കിയുണ്ട്. പക്ഷേ 15 സിക്സുകൾ നേടിക്കൊണ്ട് ഈ വേൾഡ് കപ്പിലെ തന്നെ ശിവം ദൂബെ പിറകെയുണ്ട്. ഇന്ത്യൻ ടീമിലെ ഇത്തവണ വേൾഡ് കപ്പിൽ കൂടുതൽ സിക്സുകൾ അടിച്ച മറ്റു ബാറ്റർമാർ എങ്ങനെയാണ്? ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും 14 വീതം സിക്സുകളാണ് അവർ നേടിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകതയുള്ളത്, വെറും 4 മത്സരങ്ങളിൽ നിന്ന് സഞ്ജു സാംസൺ 232 റൺസോടെ ഇന്ത്യൻ ടീമിൽ മൂന്നാമത്തെ ടോപ്പ് സ്കോററായി മാറിയിരിക്കുന്നു. 263 റൺസുമായി ഒന്നാം സ്ഥാനത്തുള്ളത് ഇഷാൻ കിഷനാണ്. രണ്ടാം സ്ഥാനത്തുള്ള സൂര്യകുമാർ യാദവ് 242 റൺസുമാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ എല്ലാ മത്സരങ്ങളും കളിച്ചുകൊണ്ടാണ് ഇത്രയും സ്കോർ നേടിയിരിക്കുന്നത്. സഞ്ജു സാംസൺ 232 എത്താൻ കളിച്ചത് വെറും 4 മത്സരങ്ങൾ മാത്രമായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല തുടരെ 2 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സഞ്ജു സാംസൺ. ഇനി ഫൈനലിൽ കൂടി ഒരു അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യക്ക് ചാമ്പ്യന്മാരാകാൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു ഹാട്രിക് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് എന്ന റെക്കോർഡ് കൂടി സഞ്ജു സാംസണ് നേടിയെടുക്കാൻ സാധിക്കും. സഞ്ജുവിനും ഇന്ത്യൻ ടീമിനും നന്നായി കളിക്കാനും വിജയിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. Goodbye.